ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആലു ചപ്പാത്തിയാണ്. ആലു ചപ്പാത്തിക്ക് വേണ്ടത് 2 കിഴങ്ങ്, 2 സവാള, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇവിടെ എടുത്ത് വെച്ച് നമുക്കിനി അത് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അതിനുള്ള വെള്ളം ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാം. സവാളയൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു. മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളിയും, 2 പച്ചമുളകും, സവോള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിനി വഴറ്റിയെടുക്കാം. നമുക്കിത് വഴറ്റിയെടുക്കാം. ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഈ മൂടി വെച്ച് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കിഴങ്ങ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ നിന്നും പുറത്തെടുക്കാം. കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഇതിനുള്ള ചപ്പാത്തിക്കുള്ള പൊടി കുഴച്ചെടുക്കാം. രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. അല്പം ഓയില്,
മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യാനുസരണം മാത്രം നമുക്കിട്ട് കൊടുക്കാം. ചൂടുണ്ട്, എന്താ പറയുക, എന്നാൽ തണുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. പക്ഷേ ചൂടോടുകൂടി ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും വെജിറ്റബിളൊക്കെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമ്മളൊരു യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഫുഡ് നമ്മൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നവരും രാവിലെ എല്ലാ ജോലികളും ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം കറി വേണ്ട എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടി വരില്ല. എന്നാലും കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചെറിയ ബോളാക്കി പരത്തിയെടുക്കാം. ആലിച്ചപ്പാത്തി ഇവിടെ പരത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കനം കുറച്ചോ കനം കൂട്ടിയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് പരത്താവുന്നതാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം പരത്തിയിട്ടുണ്ട്. ഇത് തീ കത്തിച്ച് നമുക്കിത് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാനിതിൽ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇച്ചിരി നെയ്യൊക്കെ പുരട്ടി ഫ്രൈ ചെയ്ത് നല്ലപോലെ മൊരിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്.